ഓൺലൈൻ തട്ടിപ്പിനു വേണ്ടി അനധികൃതമായി യുവാക്കളെ വിദേശത്തേക്ക് മനുഷ്യക്കടത്ത് നടത്തുന്ന സംഘത്തിലെ ഒരു പ്രതി കൂടി പോലീസ് പിടിയിൽ. കൊല്ലം ഈസ്റ്റ് പോലീസ് മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞയാഴ്ച വെള്ളിമൺ സ്വദേശിയായ പ്രവീണിനെ പിടികൂടിയിരുന്നു. ഇയാളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആലപ്പുഴ ആറാട്ടുപുഴ പുതുവൽ ഹൗസിൽ ജെയ്സിനെ പിടികൂടിയത്. ജെയ്സ് ആണ് പ്രവീണിനെ കംബോഡിയയിലേക്ക് പോകാൻ സഹായിച്ചത്. പ്രവീണിന്റെ സഹോദരനായ പ്രണവുമായി ചേർന്നാണ് കേരളത്തിൽ നിന്ന് യുവാക്കളെ മനുഷ്യക്കടത്ത് നടത്തിയിരുന്നത്. ഇതിൽ കംബോഡിയൻ സ്വദേശിയും പ്രതിയാണ്. കഴിഞ്ഞയാഴ്ച കൊല്ലം ഈസ്റ്റ് പോലീസിന്റെ പിടിയിലായ പ്രവീൺ മുമ്പ് ജെയ്സിന്റെ സഹായത്തോടെ കംബോഡിയയിൽ ജോലിക്കായി പോയി തട്ടിപ്പുകാരുമായി ബന്ധം സ്ഥാപിച്ച വ്യക്തിയാണ്. തുടർന്ന് നാട്ടിൽ തിരിച്ചെത്തിയ ഇയാൾ മറ്റു സംഘാംഗങ്ങളുമായി ചേർന്ന് യുവാക്കളെ കംബോഡിയയിലേക്ക് കടത്തുകയായിരുന്നു. വിയറ്റ്നാമിലെ അഡ്വർടൈസിംഗ് കമ്പനികളിലും ഡേറ്റ എൻട്രി സ്ഥാപനങ്ങളിലും ഉയർന്ന ശമ്പളത്തിൽ ജോലി വാഗ്ദാനം നൽകിയാണ് പ്രതികൾ യുവാക്കളെ ആകർഷിച്ചിരുന്നത്. തുടർന്ന് പ്രതികൾ യുവാക്കളിൽ നിന്ന് വിസ ആവശ്യങ്ങൾക്കെന്ന് പറഞ്ഞ് 2 മുതൽ 3 ലക്ഷം രൂപ വരെ കൈപ്പറ്റുകയും ചെയ്തിരുന്നു. ടൂർ വിസയിൽ വിയറ്റ്നാമിൽ എത്തിക്കുന്ന യുവാക്കളെ കംബോഡിയ അതിർത്തിയോട് ചേർന്നുള്ള ഹോട്ടലുകളിൽ താമസിപ്പിക്കുകയും കംബോഡിയൻ ഏജന്റുമാർ യുവാക്കളുടെ പാസ്പോർട്ടും മൊബൈൽ ഫോണുകളും വാങ്ങിവെച്ചതിനു ശേഷം അനധികൃതമായി അതിർത്തി കടത്തി കംബോഡിയയിൽ എത്തിക്കുകയുമായിരുന്നു. ഇങ്ങനെ എത്തിക്കുന്ന ഓരോ വ്യക്തിക്കും 1 ലക്ഷത്തിലധികം രൂപ പ്രതികൾ ഏജന്റുമാരിൽ നിന്ന് കമ്മീഷനും കൈപ്പറ്റിയിരുന്നു. കംബോഡിയൻ ഏജന്റുമാരുടെ തടവിലാകുന്ന യുവാക്കൾക്ക് ഓൺലൈൻ തട്ടിപ്പ് നടത്തി പണം കണ്ടെത്തുക എന്ന ജോലിയായിരുന്നു നൽകിയിരുന്നത്. സമൂഹ മാധ്യമങ്ങളിലൂടെ വിവിധ രാജ്യങ്ങളിലുള്ളവരുടെ വിവരങ്ങൾ ശേഖരിക്കുകയും തട്ടിപ്പ് നടത്തി പണം കണ്ടെത്താനും ഇവർക്ക് ടാർഗറ്റ് നൽകിയിരുന്നു. യുവാക്കളെ കൊണ്ട് 18 മുതൽ 20 മണിക്കൂർ വരെ ജോലി ചെയ്യിപ്പിച്ചിരുന്നു. ടാർഗറ്റ് പൂർത്തിയാക്കാൻ കഴിയാത്തവരെ ശാരീരികമായി പീഡിപ്പിക്കുകയും ചെയ്തിരുന്നു. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ യുവാക്കൾക്ക് തട്ടിപ്പ് നടത്താനുള്ള പരിശീലനവും ഏജന്റുമാർക്ക് ആവശ്യമായ മറ്റു സഹായങ്ങളും ചെയ്തു നൽകുന്നത് മലയാളികളാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രതികൾ 6 മാസത്തിനുള്ളിൽ അഞ്ചാലുമൂട്, കുണ്ടറ, കിളികൊല്ലൂർ, ആശ്രാമം എന്നീ പ്രദേശങ്ങളിൽ നിന്നായി 30ഓളം പേരെ ഇത്തരത്തിൽ മനുഷ്യക്കടത്ത് നടത്തിയതായി കണ്ടെത്തി. 4ഓളം പേരിൽ നിന്നായി ഇത്തരത്തിൽ ജോലി വാഗ്ദാനം ചെയ്ത് പണം വാങ്ങിയതായും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. കൂടുതൽ പേർ ഇത്തരത്തിൽ ഇവരുടെ തട്ടിപ്പിന് ഇരയായിട്ടുണ്ടെന്ന് പോലീസ് സംശയിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. Be a Rajakumari. Rajakumari Gold and Diamonds. The trust of Travancore. Rajakumari.